അപ്പോൾ നമ്മുടെ വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഡയറക്ടറെ രണ്ടാമത്തെ ചിത്രമാണെന്നുണ്ട് 1000 ആശകൾ. നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ്റെ പടം. ഒരുപാട് നാളുകൾക്ക് ശേഷം കാളിദാസ് ജയറാമും ഒന്നിച്ചുള്ളൊരു സിനിമ. ഞാൻ ഈ സിനിമ കണ്ടു എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു കുടുംബ ചിത്രം എന്നൊക്കെ പറയില്ലേ. ഒരു ഫാമിലിയിലത്തെ അച്ഛൻ അമ്മ മക്കൾക്കൊക്കെ കണക്ട് ചെയ്യാവുന്ന ഒരുപാട് നിമിഷങ്ങളുള്ള നല്ലൊരു സിനിമ. ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് കാളിദാസ് ജയറാമും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അഭിനയിച്ചുള്ള ആശാ ശരത്തും. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. ഒരു തുണ്ട് പോലും നമുക്ക് ബോറടിക്കാണ്ട് പടം നല്ല രീതിയിൽ ഡയറക്ടർ മൂവ് ചെയ്ത് കൊണ്ടതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരി, അച്ഛനും മോനും തമ്മിലുള്ള കൗണ്ടറുകളും ചിരിയും. കാരണം ഒരു അച്ഛനും മോനും ഒരുമിച്ച് അങ്ങനെ അഭിനയിച്ച് പരിപ്പിക്കാൻ ഒത്തിരി പാടുള്ള കേസാണ്. നല്ല രീതിയിൽ ഒരു അച്ഛനും മോനും നമുക്ക് തോന്നില്ല, ഒത്തപോലത്തെ രീതിയിലാണ് അവർ അതിൽ നല്ല കെമിസ്ട്രിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഹാഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ മൊമെൻറ്റ്സുകൾ നിറഞ്ഞിട്ടുള്ള പടം. 1000 ആശകൾ. അത് അവൻ കാളിദാസ് ഒരു സിനിമാ നടനാവണമെന്ന ആഗ്രഹവുമായിട്ടുള്ള ഒരു യുവാവാണ്. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ആ കുടുംബത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അവിടെ നടക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ, അവൻ്റെ കരിയറിന് വേണ്ടി അവൻ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെയാണ് സംവിധായകനിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മലയാള സിനിമയിൽ കുറേ ഡയലോഗുകളുണ്ട്. മലയാള സിനിമയുടെ തന്തയുടെ വകയില്ല എന്നൊക്കെ പറയുന്നത് ഒരു പോയിന്റിൽ കറക്റ്റാണ്. കാരണം ഈ സിനിമയിലെത്താൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കുടുംബത്തിൽ നടക്കുന്ന ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സംവിധായകൻ ഇതിൽ ചിത്രീകരിച്ചു എന്നുള്ളത്. വളരെ രസകരമായിട്ട് അവർ എല്ലാവരും അഭിനയിച്ച എല്ലാവരും അവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. കാളിദാസ് ജയറാമിനെ അഭിനയിക്കാൻ അറിയില്ല, അവന് വീട്ടിലിരുന്നതൊക്കെ കൊണ്ട് ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജയറാമിനും അന്യഭാഷകൾ പോകണമല്ലോ. പക്ഷേ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള അഭിനയശേഷി ഉണ്ടെന്ന് നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും. അവരെ ശരിക്കും യൂസ് ചെയ്യാത്തതാണ് തെറ്റ്. ജയറാമിൻ്റെയും അല്ലെങ്കിൽ കാളിദാസ് ജയറാമിൻ്റെയൊക്കെ സ്കില്ലിനെ യൂസ് ചെയ്യാനുള്ള സംവിധായകന്മാർ വരുന്നില്ല. അതിനുള്ള കഴിവുള്ള സംവിധായകൻ വന്ന പടം ഹിറ്റായി. നല്ലൊരു കുടുംബ ചിത്രമാണ്. ഇത് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. കാരണം നമ്മൾ കണ്ടിരിക്കണം. കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഇതുകളാണ് അവരാൾ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ജയറാമിൻ്റെയൊക്കെ പണ്ടത്തെ ഒരു മാനറിസക്കാളും നല്ല പോലെ വാരി വിതറിയിട്ടുണ്ട്. ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല. കുറച്ച് പടങ്ങളിലൊക്കെ കോമാളി വേഷങ്ങളൊക്കെ ജയറാമെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് പണ്ടത്തൊക്കെ വിൻറ്റേജ് ജയറാമേട്ടല്ലേ, കയ്യടിയോട്ട് കയ്യടിയാ ചില സീനുകളിൽ, ഡയലോഗുകളിൽ. കാളിദാസ് ജയറാം നല്ല സ്കില്ല്, തെളിഞ്ഞു എന്ന് പറയാം, അഭിനയിച്ച് തെളിഞ്ഞിട്ടുണ്ട്. ആശാ ശരത്ത് അമ്മ വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നടിയാ. ഇതിലും ഗംഭീരമായിട്ടുണ്ട്. അച്ഛൻ അമ്മ മകൻ പടം ഹിറ്റ്. ധൈര്യമായിട്ട് വീട്ടിലെ ആളുകൾക്ക് കുടുംബസമേതം ടിക്കറ്റ് എടുത്ത് കാണാം.